ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഡോക്കിൻ്റെ 2% കോജിക് ആസിഡ് നൈറ്റ് ക്രീമിൻ്റെ റിവ്യൂ ആട്ടോ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരുപാട് ആഡിലും അതുപോലെ തന്നെ ഒരുപാട് ബ്യൂട്ടി ബ്ലോഗേഴ്സിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ടാവും, ഇത് ശരിക്കും ഒരു സ്കിന്നിനെ വെളുപ്പിക്കുകയോ അതോ ഇത് ഫ്ലോപ്പ് ആയിട്ട് പ്രൊഡക്റ്റ് ആണോ, ഇത് ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ ഏതാണെന്നുള്ളതൊക്കെ നമുക്ക് കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഞാനിത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഈ ഒരു ക്രീം, അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്തിട്ട് അവർ പറയണത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതാവും കേട്ടോ. ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയട്ടെ, പ്രഗ്നൻസിയിലും അതുപോലെ തന്നെ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന സമയത്തും ഒരിക്കലും ഇങ്ങനത്തെ ഒരു ക്രീം നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് 2% കോജിക് ആസിഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കോജിക് ആസിഡിൻ്റെ പോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് നമുക്ക് സേഫ് അല്ലാത്ത പ്രൊഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ എന്തായാലും ഈ ക്രീമെന്ന് മാത്രമല്ല മറ്റൊരുപാട് തരം ക്രീമുകളുണ്ട്, അതൊക്കെ അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നാച്ചുറലായിട്ട് വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ പറയുന്നത്, ഈ ഒരു സംഭവം, ഈ ഒരു പ്രൊഡക്റ്റ് സത്യം പറഞ്ഞാൽ വെളുപ്പിക്കൊന്നുമില്ല. കാരണം ഞാൻ ഫസ്റ്റ് ബോട്ടിൽ വാങ്ങിച്ചപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അതായത് ഒരു ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴായിരുന്നു ഞാൻ ഇത് കറക്റ്റായിട്ട് നേരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വന്നിട്ടുള്ള ടാന് കുറക്കാതെ നല്ല സഹായിക്കും കേട്ടോ. നമ്മുടെ സ്കിന്നിൽ നല്ലോണം ടാനഡ് ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടാൻ പൂർണ്ണമായിട്ട് നമ്മുടെ സ്കിന്നിൽ പോകും. അത് ശരിക്കും ഒരു കാര്യമാണ്, അത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. പക്ഷെ പിന്നെ ഇത് യൂസ് ചെയ്താൽ നമുക്കൊരു ചേഞ്ചും തോന്നില്ല. കാരണം ടാൻ ഓൾറെഡി നമ്മുടെ സ്കിന്നിൽ പോയാൽ പിന്നെ നമുക്കൊരു ചേഞ്ചും തോന്നില്ല. അപ്പോൾ വേറെ ബോട്ടിലിൻ്റെ ആവശ്യം സത്യം പറഞ്ഞാൽ ഇല്ല. ഒറ്റ ബോട്ടിൽ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിൽ ടാനൊക്കെ പോയിട്ട് സ്കിന്നൊക്കെ ഒന്ന് ക്ലിയർ ആവും. ഒരു വർഷം മുന്നേ ആയിരുന്നു അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രഗ്നൻ്റ് ആയപ്പോൾ പിന്നെ അത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു യൂസ് ചെയ്തിട്ടുള്ള എനിക്കുണ്ടായിട്ടുള്ളൊരു മാറ്റം ഇത് തന്നെയാണ്. ടാൻ പൂർണ്ണമായിട്ട് നമ്മുടെ സ്കിന്നിൽ നിന്ന് പോകും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ടാണ് ഞാൻ പിന്നെ മറ്റ് 2 ബോട്ടിലും കൂടി വാങ്ങിച്ചതെന്ന്. അത് എനിക്കല്ല കേട്ടോ. വീട്ടിൽ ഇതുപോലെ ഇങ്ങനെ കറുത്ത കഴുത്തിലും അതുപോലെ തന്നെ കൈമുട്ടിലൊക്കെ കറുപ്പ് പാട്ടുണ്ടെങ്കിൽ പോകാൻ സഹായിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ്. നിങ്ങളുടെ സ്കിന്നിൽ നല്ലോണം ടാനഡ് ആയിട്ടിരിക്കുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് വാങ്ങിച്ചോളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല ഗൈസ്. അപ്പോൾ പ്രൊമോഷൻസും മറ്റ് ആഡൊന്നും കണ്ടിട്ട് വാങ്ങിക്കാൻ പോകണ്ട. വേറെ നമുക്ക് ഇതിൻ്റെ ഒരു പ്രയോജനമില്ല. അവർ പറയുന്ന പോലെ നമുക്ക് കഴുത്തിൽ കറുപ്പ് അങ്ങനെയൊന്നും പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നമ്മുടെ ടാൻ നന്നായിട്ട് റിമൂവ് ആയി പോകും. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഈ ഒരു ക്രീമിനെ കുറിച്ച് ഒന്നും കൂടെ പറയാനുള്ളത്, നിങ്ങൾ ടാനഡ് ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചോളൂ. നിങ്ങളുടെ ടാനിൽ പോകാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പക്ഷേ അതിൽ കൂടുതൽ നിങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീം അത്രയും പെർഫോമൻസ് ഒന്നും തരില്ല. നമ്മുടെ ടാൻ പോകാൻ നല്ല യൂസ്ഫുള്ളാണ്.